ഇന്ദ്രൻസ് മലയാള ചലച്ചിത്ര മേഖലയ്ക്കെന്നും അഭിമാനമാണ്. ഇന്ദ്രൻസ് താഴെക്കിടയിൽ നിന്നും വളർന്നു പന്തലിച്ച ഒരു നടനാണ്. അദ്ദേഹം ഒരു തയ്യൽക്കാരനായിരുന്നു. ഈ തിരുവനന്തപുരം നഗരത്തിലല്ല, പലയിടങ്ങളിൽ തയ്യലുമായി ബന്ധപ്പെട്ട് നടന്നു. പിന്നീട് നാടകത്തിലേക്ക് ചുവടുമാറ്റി അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് എത്തപ്പെടുന്നു. ഇപ്പോൾ ഇന്ദ്രൻസുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. എന്താണ്? ഇന്ദ്രൻസ് ഏഴാം തരം തുല്യതാ പരീക്ഷ വിജയിച്ചു എന്നുള്ളതാണ് പുതിയ വാർത്ത. അദ്ദേഹം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആളാണ്. അതിനുശേഷം തയ്യൽ പഠിച്ചു, തയ്യൽക്കാരനായി, കടയിട്ടു. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വസ്ത്രാലങ്കാരം ചെയ്യുന്നതിനായി സിനിമയിലേക്ക് പോകുന്നത്. ഇന്ദ്രൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരു സിനിമാ നടനാണ് ഇന്ദ്രൻസ്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹത്തെ എല്ലാവരും സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒരു സിനിമാ നടൻ്റെ അഹംഭാവമോ ജാടയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, ഒരു പച്ച മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഇടപെടുന്നതും സംസാരിക്കുന്നതും എല്ലാം. അത് അദ്ദേഹത്തിൻ്റെ അഭിനയമല്ല, അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾക്ക് സ്ക്രീനിന് പുറത്തും അദ്ദേഹത്തോടുള്ള ഇഷ്ടം ആളുകൾക്ക് ഉള്ളത്. അതേസമയം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഇന്ദ്രൻസ് ഒരു കാലത്തും മടി കാണിച്ചിട്ടില്ല. നമുക്ക് ഇന്ദ്രൻസിനെ കുറിച്ച് പറയാവുന്നത്, ഇന്ദ്രൻസ് യഥാർത്ഥത്തിൽ ജീവിത വിജയം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ദ്രൻസ്. കാരണം ഇന്ദ്രൻസിൻ്റെ ഈ ജീവിത സാഹചര്യം തന്നെ 4ാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നു, അതിനുശേഷം തുന്നൽക്കാരനാകുന്നു, പിന്നീട് സിനിമയിലേക്ക് വരുന്നു. സിനിമയിൽ വസ്ത്രാലങ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മോഹം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ സ്കില്ല്, അദ്ദേഹത്തിന് എങ്ങനെയും നടനാകണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് അദ്ദേഹം നടനാകുന്നു. നടനായതിനു ശേഷം അദ്ദേഹം ചെയ്ത വേഷങ്ങൾ കോമഡി വേഷങ്ങളാണ് ആദ്യകാലത്ത് ചെയ്തത്. ധാരാളം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. ഒരു സമയത്ത് ഇന്ദ്രൻസിനെ കുറിച്ച് മമ്മൂട്ടി പോലും പറഞ്ഞത്, ഇപ്പം എന്നെ ഒന്നും ആർക്കും വേണ്ട. അന്ന് ഇന്ദ്രൻസ് എല്ലാ പടങ്ങളിലും ഇന്ദ്രൻസ് ഉണ്ട്. ഇന്ദ്രൻസ് കത്തി നിൽക്കുന്ന കാലമാണ്. എന്നെ ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ട, ഇന്ദ്രൻസിനെ മതി, ഇന്ദ്രൻസ് ആണ് ഇപ്പോൾ യഥാർത്ഥ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അദ്ദേഹം കോമഡി വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ട്രാക്ക് മാറ്റി. ഒരു സിനിമയിലുണ്ടല്ലോ തങ്കപ്പൻ. അതെ അതെ, അങ്ങനെ എത്ര രസകരമായ കഥാപാത്രങ്ങൾ, സ്ഫടികത്തിലെ കഥാപാത്രം, ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു. ഈ നമുക്ക് അദ്ദേഹത്തെ മിക്കവാറും അന്നത്തെ കാലത്ത് എല്ലാ പടങ്ങളിലും അദ്ദേഹത്തെ ഹാസ്യവേഷത്തിൽ കാണാൻ പറ്റുമായിരുന്നു. തുടക്കകാലത്ത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അദ്ദേഹത്തിന് ചില ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. അത് സിനിമയിലും ആ പേര് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ആരും അങ്ങനെ ആ പേരൊന്നും വിളിക്കുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ ഒരു എഴുത്ത് ഇപ്പൊ ജീവിതം മാതൃഭൂമി മാസികയിൽ വരുന്നുണ്ട്. ജീവിതത്തെ കുറിച്ച് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പൊ ഈ തുടക്കകാലത്ത് നാടകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പലപ്പോഴും കരയുന്ന സാഹചര്യമായി എല്ലാം ഉണ്ടായതായി അദ്ദേഹം പറയുന്നു. അങ്ങനെ പല വിമർശനങ്ങൾ കൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും കരുത്തനായി മാറിയത്. യുവതലമുറ കണ്ടുപഠിക്കണമല്ലോ അദ്ദേഹത്തെ. ഇപ്പൊ ഒരു സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ട് താനെന്തോ എല്ലാം നേടിയെന്ന ചിന്തയുള്ളവർക്ക് അദ്ദേഹം ഒരു മാതൃകയാണ്. അല്ല, അത് മാത്രമല്ല, യുവതലമുറയുടെ കാര്യം പറയുമ്പോൾ ഈ ന്യൂജൻ സിനിമകളിലെല്ലാം ഇന്ദ്രൻസ് ഉണ്ട്. പഴയകാല നടന്മാരിൽ ഇന്ദ്രൻസ് എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്, അത് മാത്രമല്ല അപാര റേഞ്ചാണ് അദ്ദേഹത്തിന്റെ ഓരോ. കൂടുതൽ ഇംപ്രൂവ് ചെയ്ത് വരികയാണ്. നല്ല വേഷങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെ, നല്ല മികച്ച അവാർഡുകൾ, പല ദേശീയ അവാർഡ് ഉൾപ്പെടെ, ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിന്റെ ഇപ്പോ നമുക്ക് ഈ നമ്മൾ ഇത് സംസാരിക്കുന്ന അദ്ദേഹം 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ വിജയിച്ചു എന്നുള്ളതാണ്. അത് ഈ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന 4ാം തരം തുല്യതാ കോഴ്സും 7ാം തരം തുല്യതാ കോഴ്സിന്റെയും പരീക്ഷാ ഫലം ഇന്നലെ പ്രഖ്യാപിച്ചു. അതിലാണ് 7ാം തരം ഇദ്ദേഹം വിജയിച്ചിട്ടുള്ളത്, തുല്യതാ പരീക്ഷ വിജയിച്ചത്. ഇനി ഇദ്ദേഹം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനാണ് പോകുന്നത്. അദ്ദേഹത്തിന് 297 മാർക്ക് നേടിയിട്ടുണ്ട് ഇദ്ദേഹം. ഇനി 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇനി 10ാം ക്ലാസ് എഴുതി ജയിക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തിന് കൂടി പ്രാധാന്യം നൽകുക എന്നുള്ളത്, ആളുകളിൽ അവബോധം ഉണ്ടാക്കുക, ആ ചിന്ത ഉണർത്തുക എന്നുള്ളതും കൂടി അദ്ദേഹത്തിന്റെ ഈ തുടക്കത്തിൽ ബാല്യകാലത്തും കൗമാരത്തിലും നേടാൻ കഴിയാത്ത വിദ്യാഭ്യാസം. അതെ അതെ, 67 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ പോയത് നേടിയെടുക്കുക, അത് 67ാമത്തെ വയസ്സിൽ അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിലാണ് അദ്ദേഹം ഇതിനെല്ലാം സമയം കണ്ടെത്തുന്നത്, പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത്.
സ്വയം പഠിച്ച്, അദ്ദേഹം വേറെ ഒന്നും പോയി പഠിക്കുകയല്ല, സ്വയം പഠിച്ച്, ഷൂട്ടിംഗ് തിരക്ക് കാരണം സ്വയം പഠിക്കുകയായിരുന്നു. സ്വയം പഠിച്ച് പരീക്ഷ എഴുതിയാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. അത് ഇന്ദ്രൻസ് എന്ന് പറയുന്ന വ്യക്തി ഒരു സിനിമാ നടൻ എന്നുള്ളതിലുപരി അദ്ദേഹം ഈ പഠനം പാതി വഴിക്ക് മുറിഞ്ഞുപോയ ആളുകൾക്ക് പ്രചോദനമാകുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പഠിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇനി അവസരമുണ്ട്. 67-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇത് 7ാം ക്ലാസ് പാസ്സായിരിക്കുന്നത്. ഇനി അടുത്തതിന് 10ാം ക്ലാസ്സിലേക്ക് പോകും. അപ്പോൾ പ്രായം പഠനത്തിനൊരു തടസ്സമല്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ ജയം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വിജയമാണല്ലോ, കഷ്ടപ്പാടിൽ നിന്നും. അല്ല, അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ഫലം അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല നല്ല വേഷങ്ങളാണ്. പ്രത്യേകിച്ച് ഹോം സിനിമയൊക്കെ എന്ന് പറയുന്ന സിനിമയുണ്ട്, അല്ലെ, കഥാപാത്രം അത് അന്നത്തെ ചില സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ അതിനെ അവാർഡിന് പരിഗണിക്കാതെ പോയി, അത് വിവാദമാവുകയൊക്കെ ചെയ്തു. അല്ലെ, പ്രൊഡ്യൂസറും അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. കാരണം അന്ന് അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു, അതെ അതെ, അർഹിച്ചിരുന്നു അവാർഡ്. തീർച്ചയായിട്ടും ഇന്ദ്രൻസിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു. പിന്നെ അന്നത്തെ ആ സിനിമയുടെ ചില ഇഷ്യൂസ്, അത് രണ്ട് വ്യക്തികൾ തമ്മിലാണ്, അതിന്റെ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ നായികയും തമ്മിലുള്ള ഇഷ്യൂ ആണ്. അത് വേറൊരു വിഷയമാണ്. അതിന് ഈ നടീനടന്മാരോ അല്ലെങ്കിൽ അതിനകത്ത് പ്രവർത്തിച്ച ടെക്നീഷ്യന്മാരോ ഉത്തരവാദികളല്ലല്ലോ. അപ്പോൾ അവർക്ക് കിട്ടേണ്ടിയിരുന്ന അംഗീകാരം ഇവര് മൂലം അല്ലെങ്കിൽ ഈ ഒരു വിഷയം മൂലം അത് ഇല്ലാതാക്കി എന്നുള്ളതൊന്നും അതിൻ്റെ ന്യായീകരണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിവുള്ള കലാകാരന്മാരെ അംഗീകരിക്കുകയും അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കുകയും തന്നെ ചെയ്യണം. ഈ 5ാം പാതിര എന്ന് പറയുന്ന ഒരു പടമുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഗംഭീര വേഷമുണ്ട്. ഒരു സൈക്കോ മാനസികാവസ്ഥയുള്ള ഒരാളായിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. കൊലപാതകി ഇയാളാണ്, ഈ കഥാപാത്രമാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് ആദ്യം പ്രേക്ഷകനെ ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലറുകൾ എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നത്. പക്ഷെ അത് കുറച്ച് സീനേ ഉള്ളെങ്കിൽ പോലും അദ്ദേഹം അത് ഗംഭീരമായിട്ട്, എനിക്കൊന്നും ഒരു സീനോ മറ്റേ ഉള്ളത്, ഒരു മുറിയിലിരുന്ന് സംസാരിക്കുന്ന ആ സീൻ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഈ കൊല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുന്ന ആത്മസന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കൊലപാതകികൾ, ക്രിമിനലുകൾ അങ്ങനെയാണല്ലോ, അവർക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അത് പറയുന്ന സീനൊക്കെ ഉണ്ട്. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ മുഖത്ത് കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ സീൻ, ആ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് വളരെ അസാധ്യമായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആസ്വദിച്ച് അദ്ദേഹം അതായത് ഈ മനുഷ്യൻ തന്നെയാണോ ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരു തരത്തിലും ഊഹിക്കാൻ പറ്റാത്ത തരത്തിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പോലീസ് വേഷം ഉള്ള, ഈ യൂട്യൂബിൽ ഞാൻ കണ്ടാണ് ഒരു പടം, അതിൽ ഇതുപോലാണ് അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്ന ഒരു ചിത്രം. അത് ഈ മനുഷ്യൻ ഈ രൂപഭാവം വെച്ചിട്ട് വളരെ കരുത്തനായ പോലീസ് ഓഫീസറെ തൻ്റെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചലനങ്ങളിൽ ആവാഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മികച്ച സമയം ഇനി വരാനിരിക്കുന്നതേ കാണുമല്ലോ. പിന്നെ നിലവിലാണ് മികച്ച സിനിമകളും വരുന്നത്, ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്ദ്രൻസിന്റെ ഈ വിജയത്തിന്റെ സന്തോഷം നമുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം.